KCL കൊല്ലം സെയിലേഴ്സ് വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അജയ് ഘോഷിനെ. അജയ് ഘോഷ് ഇന്ന് വീണ്ടും നമ്മുടെ കൂടെ ചേരുകയാണ്. അജയ് ഘോഷ് കഴിഞ്ഞ ദിവസം ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി സഞ്ജുവിൻ്റെ ഒരു നിർണായക വിക്കറ്റ് എടുത്തു. ഇന്ന് വീണ്ടും പ്ലേയിങ് ഇലവനിലേക്ക് വന്നു, വിക്കറ്റ് സ്വന്തമാക്കി. ടീമിന് വേണ്ടി നല്ലോണം ചെയ്യാൻ പറ്റി. ബൗണ്ടറി ഇല്ലാതെ എറിയുക, അതായിരുന്നു ഒരു പ്ലാൻ. ക്യാപ്റ്റൻ പറഞ്ഞ പോലെ ഫീൽഡിലിട്ട് എറിയാൻ പറ്റി, നല്ലോണം ചെയ്യാൻ പറ്റി. ഇന്നലെ ഒരു വിക്കറ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് വിക്കറ്റിന് എണ്ണം കൂടി. എന്തായാലും ഡെത്ത് ഓവർ എറിയുമ്പം അവർ ട്രൈ ചെയ്യും. അപ്പം വിക്കറ്റിന് വേണ്ടിയല്ല എറിഞ്ഞ് നല്ല സ്പോട്ടിൽ എറിയാൻ നോക്കി വിക്കറ്റ് കിട്ടി. കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിച്ച് പറഞ്ഞിരുന്നു വിക്കറ്റ് എടുത്ത് മികച്ച രീതിയിൽ എറിഞ്ഞിട്ടും ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല എന്ന്. പക്ഷെ ഇന്നൊരു വിജയം സ്വന്തമായിരിക്കുന്നു. അതെ തീർച്ചയായിട്ടും. ഇന്നലെ നല്ലതുപോലെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. കാരണം കളി തോറ്റൻ്റെ വിഷമമുണ്ട്, അത്ര എണ്ണ അടിച്ചിട്ട് തോറ്റൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇന്നതിൻ്റെ സന്തോഷമുണ്ട്. വിഷ്ണുവിൻ്റെ ഒരു പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? അതുകൊണ്ട് പെട്ടെന്ന് കളി കയറും. എന്തായാലും ശരി. അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ മത്സരം വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ടീം ഒന്നടങ്കമുള്ളത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടക്കടയ്ക്കൊപ്പം എം നിഖിൽ കുമാർ, ജനം.